മോദി മന്ത്രിസഭയിൽ നിന്ന് ഒരംഗം രാജിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര റെയിൽവേ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവാണ് രാജിവെച്ചത്. മന്ത്രിയുടെ രാജി രാഷ്ട്രപതിയുടെ ഓഫീസ് അംഗീകരിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിലാണ് ബിട്ടുവിന് കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിച്ചത്. എന്നാൽ ബിട്ടുവിന്റെ രാജ്യസഭാ കാലാവധി അടുത്തിടെ അവസാനിച്ചതോടെ മന്ത്രിസഭയിൽ നിന്നുള്ള പുറത്താകലും അനിവാര്യമാവുകയായിരുന്നു. 2024 ഓഗസ്റ്റ് മുതൽ 2026 ജൂൺ വരെയുള്ള ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ബിട്ടുവിന് രാജ്യസഭാംഗമായി ലഭിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അവസരം നൽകാൻ BJP നേതൃത്വം തയ്യാറായില്ല എന്നത് ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ജോർജ് കുര്യന് സംഭവിച്ചത് തന്നെയാണ് ബിട്ടുവിന്റെ കാര്യത്തിലുമുണ്ടായത്. മധ്യപ്രദേശിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ രാജ്യസഭയിൽ എത്തിച്ചാണ് ജോർജ് കുര്യനെ കേന്ദ്ര സഹമന്ത്രിയാക്കിയത്. 2 വർഷം മാത്രമാണ് ജോർജ് കുര്യനും രാജ്യസഭയിൽ ലഭിച്ചത്. സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച പോസ്റ്റിൽ തനിക്ക് അവസരം തന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിട്ടു നന്ദി അറിയിക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവായ ബിട്ടു ഇനിയിപ്പോൾ അവിടേക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി മടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അടുത്ത വർഷം ആദ്യം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPക്ക് യാതൊരു അടിത്തറയുമില്ലാത്ത ഒരു മണ്ണാണ് പഞ്ചാബ്. അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് മോദിയും ഷായും കുറച്ചു കാലമായി നടത്തുന്നത്. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കാൽക്കീഴിലാക്കുന്ന BJPക്ക് പഞ്ചാബ് പോലെ ചില സംസ്ഥാനങ്ങൾ ബാലികേറാമലയായി നിൽക്കുന്നത് ഇന്നും വലിയ നാണക്കേടാണ്. പഞ്ചാബിൽ ബിട്ടുവിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ചിന്തയിലാണ് BJP. നിലവിൽ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞാൽ ശിരോമണി അകാലിദളാണ് പ്രധാന ശക്തി. അവർ BJPയുടെ പഴയ സഖ്യകക്ഷിയാണ്. എന്നാൽ ആ സഖ്യമൊന്നും BJPക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കിയില്ല. അതാണ് അകാലിദളിനെ വിട്ട് സ്വന്തം നിലയ്ക്ക് പോകാൻ BJPയെ പ്രേരിപ്പിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റ് മാത്രമാണ് BJPക്ക് ലഭിച്ചത്. അവിടെ നിന്ന് മുന്നേറ്റം നടത്താൻ പാർട്ടിക്ക് ഊർജം പകരുന്ന ഒരു നേതാവിനെ കഴിഞ്ഞ കുറേ കാലമായി BJP തിരയുകയാണ്. ബിട്ടുവിനെ അത്തരമൊരു ചുമതല നൽകി പാർട്ടി ഇറക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഒരു വെറും മുൻ കോൺഗ്രസ് നേതാവ് മാത്രമല്ല രവനീത് സിംഗ് ബിട്ടു. കോൺഗ്രസ് ടിക്കറ്റിൽ പഞ്ചാബിൽ നിന്ന് 3 തവണ പാർലമെന്റ് അംഗമായ വ്യക്തിയാണ്. ലോക്സഭയിലെ കോൺഗ്രസിന്റെ മുൻ വിപ്പ് പദവിയും വഹിച്ചിട്ടുള്ള ബിട്ടു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് BJPയിൽ ചേർന്നത്. അധികാരക്കൊതിയിൽ കോൺഗ്രസിനെ വഞ്ചിച്ചുപോയ ബിട്ടു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലുധിയാന മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് അമരീന്ദർ സിംഗ് രാജ്വാറങ്കിനോട് 20,000-ലധികം വോട്ടുകൾക്ക് തോറ്റു. ആ തെരഞ്ഞെടുപ്പിൽ BJP തങ്ങളുടെ സിഖ് മുഖമായി അവതരിപ്പിച്ചത് ബിട്ടുവിനെയായിരുന്നു. എന്നാൽ അത് ദയനീയമായി പരാജയപ്പെട്ടു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ചെറുമകൻ എന്ന ഖ്യാതിയും ബിട്ടുവിനെയും BJPയെയും അവിടെ സഹായിച്ചില്ല. കോൺഗ്രസ് പാർട്ടിയിലായതുകൊണ്ടാണ് താൻ 3 തവണ ജയിച്ച് ലോക്സഭാ MP ആയതെന്ന് അന്ന് ബിട്ടുവിന് മനസ്സിലായി കാണണം. ഇനി ബിട്ടു രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിൽ എത്തിയതിനു പിന്നിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പങ്കുണ്ട്. അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരിക്കെയാണ് വേണുഗോപാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത്. അവിടെ വിജയിച്ചതോടെ രാജ്യസഭാംഗത്വം രാജിവെച്ചു. ഒഴിവ് വന്ന സീറ്റിൽ രാജസ്ഥാനിലെ ഭരണകക്ഷിയായ BJPക്ക് ജയം ഉറപ്പായിരുന്നു. അത് ബിട്ടുവിന് നൽകിയാണ് BJP രാജ്യസഭയിൽ എത്തിച്ചത്. അങ്ങനെയാണ് ശേഷിച്ച 2 വർഷ കാലയളവിൽ ബിട്ടു രാജ്യസഭയിലെത്തിയത്. ലോക്സഭയിൽ തോറ്റെങ്കിലും കോൺഗ്രസ് വിട്ട് തങ്ങൾക്കൊപ്പം വന്ന ബിട്ടുവിനോടുള്ള നന്ദി അങ്ങനെയാണ് BJP കാട്ടിയത്. അന്ന് കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് കൈവിട്ടതിന് കോൺഗ്രസും വേണുഗോപാലും രൂക്ഷ വിമർശനം കേൾക്കേണ്ടിയും വന്നു. എന്തായാലും പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP തയ്യാറെടുക്കുന്നതിനിടയിലാണ് ബിട്ടുവിന്റെ രാജി അനിവാര്യമായിരിക്കുന്നത്. ശിരോമണി അകാലിദളുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതോടെ ഇത്തവണയും ഒറ്റയ്ക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് BJP ലക്ഷ്യം. തമിഴ്നാട് പോലെ BJPയെ ചൂടുറപ്പിക്കാൻ അനുവദിക്കാത്ത സംസ്ഥാനമാണ് പഞ്ചാബും. ഇത്തവണ എന്താകുമെന്ന് കണ്ടറിയാം.